മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ എക്കാലത്തെയും മികച്ച താരങ്ങളിലൊരാളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. 2 തവണയായി യുണൈറ്റഡിൽ കളിച്ച റൊണാൾഡോ പ്രീമിയർ ലീഗ്, ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ സ്വന്തമാക്കിയതിനൊപ്പം ആദ്യമായി ബാലൺ ഡി ഓർ നേടിയതും ഇംഗ്ലീഷ് ക്ലബിനൊപ്പമായിരുന്നു. യുണൈറ്റഡിന്റെ മുൻ കോച്ച് എറിക് ടെൻ ഹാഗുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് റൊണാൾഡോ പരസ്യ വിമർശനം ഉന്നയിച്ച് ക്ലബ് വിട്ട് സൗദി പ്രോ ലീഗിലേക്ക് ചേക്കേറിയത്. റെക്കോർഡ് പ്രതിഫലത്തിന് അൽ നസറാണ് റൊണാൾഡോയെ സ്വന്തമാക്കിയത്. വ്യക്തിഗത മികവ് തുടരുന്നുണ്ടെങ്കിലും അൽ നസറിനൊപ്പം പ്രധാനപ്പെട്ടൊരു കിരീടം നേടാൻ റൊണാൾഡോയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഇതിനിടെ റൊണാൾഡോ യുണൈറ്റഡിലേക്ക് തിരികെ എത്തുമെന്ന റൂമറുകളാണ് ഫുട്ബോൾ ലോകത്ത് പരക്കുന്നത്. യുണൈറ്റഡിന്റെ പുതിയ പോർച്ചുഗൽ കോച്ച് റൂബൻ അമോറിം റൊണാൾഡോയെ തിരികെ എത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. 2025 സമ്മർ വരെയാണ് അൽ നസറുമായി റൊണാൾഡോയുടെ കരാർ. കരിയറിൽ 1000 ഗോളുകൾ തികയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 39-കാരനായ റൊണാൾഡോ ഇപ്പോഴും കളിക്കളത്തിൽ തുടരുന്നത്. ഉടനെയൊന്നും വിരമിക്കില്ലെന്നും റൊണാൾഡോ വ്യക്തമാക്കിയിരുന്നു. റൊണാൾഡോ യുണൈറ്റഡിലേക്ക് തിരിച്ചെത്തിയേക്കുമെന്ന് മുൻ താരം ലൂയിസ് സാഹയും പറയുന്നു. പ്രീമിയർ ലീഗിലേക്ക് റൊണാൾഡോ തിരികെ വരുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ റൊണാൾഡോ ആയതുകൊണ്ട് ഒന്നും പ്രവചിക്കാൻ കഴിയില്ല. 1000 ഗോൾ എന്ന ലക്ഷ്യത്തിലേക്ക് ഉന്നം വെച്ചിരിക്കുന്ന റൊണാൾഡോ പ്രീമിയർ ലീഗിലേക്ക് തിരികെ എത്തിയാൽ അത്ഭുതപ്പെടേണ്ടെന്നും സാഹ വ്യക്തമാക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.